എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 57 വീക്കെൻഡ് എപ്പിസോഡിന്റെ 2ാം ദിവസമാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇന്നലത്തെ ബാക്കി ഗബ്രി എവിക്റ്റ് ആയതിനു ശേഷമുള്ള ജാസ്മിന്റെ പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് സങ്കടം തോന്നി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം ഗബ്രി പോയതിന് ജാസ്മിന് പ്രത്യേകിച്ച് അങ്ങനെ സങ്കടമുണ്ട്, ആത്മാർത്ഥമായിട്ട് സങ്കടമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നാട്ടുകാരെ കാണിക്കണമല്ലോ എന്നുള്ള ഒരു രീതിയിലുള്ള പ്രകടനമായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. അത് പറയാൻ കാരണം ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഒരു ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും ഒറ്റ ദിവസം ഷൂട്ട് ചെയ്യുന്ന സാധനമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കരഞ്ഞ് നിലവിളിച്ചിരുന്ന ഒരു വ്യക്തി ഇന്നത്തെ എപ്പിസോഡ് വന്നപ്പോഴേക്കും അങ്ങനെ ഒരുപാട് സങ്കടമുള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പറയേണ്ട കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ സങ്കടമുള്ള ഒരാൾ കഴിവതും ഡൗൺ ആയിരിക്കും. അതും ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി പിന്നെ നമ്മുടെ കൂടെ ഇല്ല എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം 1-2 ദിവസമെങ്കിലും നീണ്ടു നിൽക്കും. പക്ഷേ ഇന്നത്തെ ജാസ്മിനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. അതെനിക്കൊന്ന് പറയണം തോന്നി. പിന്നെ നമ്മുടെ നന്ദന ശരിക്കും ഇന്നലെയും നന്നായിട്ട് തേഞ്ഞൊട്ടിയായിരുന്നു. ഇന്നും അതുപോലെ തന്നെ ജിൻഡോയുടെ വായിക്കാത്തത് കൊണ്ട് കൈ വെച്ചു കൊടുക്കുകയാണ്, കടിച്ചോ എന്നും പറഞ്ഞിട്ട് എന്നൊരവസ്ഥയാണ് നന്ദനയുടെ പോക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് കുറേയധികം കാര്യങ്ങൾ ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കുകളെ കുറിച്ചും അതുപോലെ ഇവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. എപ്പിസോഡിലേക്ക് വരുമ്പോൾ ആദ്യം ടാസ്കുകളുടെ ചുരുളഴിക്കലായിരുന്നു. അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇവർക്ക് ഒരു ഫ്രണ്ടിനെ കൊടുത്തിട്ട് ആ ഫ്രണ്ടിനെ സംരക്ഷിക്കുന്ന ഒരു ടാസ്ക്. ആ ഫ്രണ്ടിന്റെ ഡോളാണ്, ഡോളിന്റെ ബാക്കിൽ തലയുടെ ബാക്കിൽ ബലൂൺ കെട്ടിയിട്ട് ആ ബലൂൺ ആണ് ആ ഡോളിന്റെ ഹൃദയം അല്ലെങ്കിൽ ആ ഫ്രണ്ടിന്റെ ഹൃദയം. ഓരോ പേരുകൾ അവർക്കുണ്ടായിരുന്നു. എലി, റോളെക്സ്, ജാനു, അങ്ങനെ ഉള്ള പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊല്ലാതിരിക്കാൻ ഈ പറഞ്ഞ ടീം അംഗങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ ജയിച്ച ആൾ ടീമായിരുന്നു. അതിന് ഡോള് അല്ലെങ്കിൽ ഈ ഓരോ പേരുള്ള ഇവരുടെ ഫ്രണ്ട്സിനെ കൊണ്ട് നിരത്തിയിരുത്തിയിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിച്ചു, അവരുടെ സങ്കടങ്ങൾ പറയിപ്പിച്ചു. അതിന് ടീം മെമ്പേഴ്സിനെ കൊണ്ട് മറുപടി പറയിപ്പിച്ചു. ഒരു രസകരമായ ഒരു രംഗമായിരുന്നു അത്. നമുക്ക് ഇവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഈ ഡോൾസ്, അവരുടെ സംസാരം ഓരോ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഒരാൾ തൃശ്ശൂർ സ്ലാങ്ങും ഒക്കെ പിടിച്ചത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുടിയനൊക്കെ ചെറിയ ട്രോളൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു സീനുണ്ടായിരുന്നു. രസകരമായിട്ട് അത് അങ്ങ് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഏറ്റവും നല്ല പെർഫോം ചെയ്ത ടീം എന്ന് പറയുന്ന ടീം നെസ്റ്റ് ആയിരുന്നു. അപ്സരയൊക്കെ വരുന്ന ടീം. അപ്പോൾ അവർക്കൊരു സമ്മാനം കൊടുത്തു. ഇവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ മൊമെൻ്റ് ആയിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ എന്തോ ഒരു സ്വീറ്റ്സും ഉണ്ടായിരുന്നു, അതും അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പ്രേതകഥയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. ശരണ്യയും അതുപോലെ ശ്രീരേഖയും ഒക്കെ നന്ദനിയുണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാവരും പ്രേതത്തിന്റെ വേഷം കെട്ടിയിട്ട് ഹൗസ് മെമ്പേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരെ പേടിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ചോദിച്ചു. ആരെങ്കിലുമൊക്കെ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ശരണ്യയും ശ്രീരേഖയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് ആ കഥ പറയിപ്പിച്ചു. അവരെന്താണ് കണ്ടത്, ഏത് മൊമെന്റിലാണ് അത് കണ്ടതെന്നൊക്കെ പറയിപ്പിച്ചു. പിന്നെ ഋഷിക്ക് പ്രേതത്തെ പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഋഷി ആ ഒരു സീനൊക്കെ കാണിച്ചു. ഋഷി ആ കണ്ണടയുടെ മുന്നിൽ പോയി നോക്കുന്നതും ജാസ്മിൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് രണ്ടുപേരും കണ്ട് പേടിക്കുന്നതും ഒക്കെ വീണ്ടും ആ വിഷ്വൽ എടുത്ത് കാണിച്ചു. എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ അന്നും മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഈ പ്രേതം വന്ന് അല്ലെങ്കിൽ ഈ ശ്രീരേഖയുടെ ആ ഒരു പ്രേതരൂപമായിട്ട് വന്നിട്ട് ഇവരെല്ലാവരും 3 പേർ ഒരുമിച്ചാണ് രതീഷിൻ്റെ അടുത്ത് വന്നത്. രതീഷ് ഭയങ്കര ഒരു ഓവർ ആക്ടിങ് കാണിക്കുന്ന ഒരു ഫീൽ വന്നു. അന്ന് ആ സീൻ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്നും അത് കാണിച്ചപ്പോൾ ആ ഒരു അറിഞ്ഞു വെച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു ഫീല് വല്ലാണ്ട് ഓവറായിട്ട് കാണിക്കുന്ന പോലെ തോന്നി. ശരിക്കും രതീഷ് മൊത്തത്തിലൊരു ഓവർ ആക്ടിങ് ആയിരുന്നു തുടക്കത്തിൽ. ബിഗ് ബോസ് ഹൗസിൽ വരുന്ന സമയത്ത് രതീഷ് ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു. ആ ഒരു രതീഷിനെയാണ് എനിക്ക് ഈ ഒരു മൊമെന്റിൽ കണ്ടത്. ഈ പ്രേതങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗഹൃദത്തിന്റെ ശക്തി തെളിയിക്കുന്ന ടാസ്ക്, അത് മഞ്ഞുമൽ ബോയ്സ് മൂവി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ടാസ്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഓരോ ടീമിൽ നിന്ന് ഓരോ മെമ്പേഴ്സ് വന്നിട്ട് ഒരു ജയിൽ പോലെ വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് കയറി നിൽക്കണം. അത് ലോക്ക് ചെയ്തിട്ട് ചാവി അവിടെ ആ ഒരു ഏരിയയിൽ ഇട്ടിട്ടുണ്ടാവും. അത് ആ ടീം അംഗങ്ങൾ വന്ന് കണ്ടെടുത്ത് തുറന്ന് ഈ ഒരാളെ രക്ഷപ്പെടുത്തണം. അതെല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് നെസ്റ്റ് ടീമായിരുന്നു. ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തത് ഡെൻ ടീമായിരുന്നു. അപ്പോൾ ഡെൻ ടീമിന് മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണിക്കാമെന്ന് പറഞ്ഞു. ഡെൻ ടീമിന് മാത്രമല്ല, മൊത്തത്തിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണിക്കാമെന്ന് പറഞ്ഞു. ചിലപ്പോൾ അടുത്ത ആഴ്ച അത് കാണിക്കുമായിരിക്കാം. പിന്നെ ആരാണ് ഹൗസിലെ പൂവാലൻ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അർജുനാണ് പൂവാലൻ. പക്ഷേ എനിക്കങ്ങനെ അർജുൻ ഒരു പൂവാലനായിട്ടൊന്നും തോന്നിയില്ല. ഇന്ന് പിന്നെ ഓരോരുത്തരും പൂവാലൻ ആവുന്ന ഒരു ട്രെയിനിങ് പോലെയൊക്കെ തോന്നി. ഓരോരുത്തരും പൂവാലനായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആദ്യം അർജുൻ വന്നു, ശ്രീരേഖനെ പ്രപ്പോസ് ചെയ്യുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് അഭിഷേക് വന്നു. അഭിഷേക് വന്നിട്ട് നന്ദനെയാണ് പ്രപ്പോസ് ചെയ്തത്.
പിന്നെ ഋഷി വന്നു. ഋഷി അപ്സരയും കൂടെ, ഋഷിക്ക് ഭയങ്കര നാണമായിട്ടൊക്കെ തോന്നി, ഭയങ്കര ഒരു ക്യൂട്ടായിട്ടൊക്കെ തോന്നി ഋഷിയുടെ ആ ഒരു പെർഫോമൻസ്. അപ്സര പ്രപ്പോസ് ചെയ്യുന്ന പോലെ, പക്ഷേ തിരിച്ച് അപ്സര റാഗ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ജിൻഡോ ആണ് വന്നത്. ജിൻഡോ വന്ന് അൻസിബയാണ് പ്രപ്പോസ് ചെയ്തത്. അതൊരു ഫണ്ണായിട്ട് തോന്നി. കാരണം നമ്മുടെ ദിലീപേട്ട ഒരു പടം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് തെങ്കാശിപ്പട്ടണമെന്ന് തോന്നുന്നു. അതിനകത്ത് 5 വർഷം ഞാനിപ്പം മെഡിസിന് പോയിരുന്നെങ്കിൽ ഡോക്ടർ ആയനെ, LLBക്ക് പോയെങ്കിൽ അഡ്വക്കേറ്റ് ആയനെ, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണമെന്ന് പറയുന്ന പോലെ ജിൻഡോ ചോദിക്കണം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. അപ്പോൾ അൻസിബ പറഞ്ഞു ഇഷ്ടമല്ല, അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയുടെ ഒരു ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു രസകരമായിട്ടും അതും അങ്ങ് പോയി. നോറയോട് ജിൻഡോയോടും കൂടി ആ കൈകെട്ടിയുള്ള ടാസ്കിനെ കുറിച്ച് വളരെ ഫണ്ണായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടാസ്കിനെ നോറ നശിപ്പിച്ച് കൈ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ആ ടാസ്ക് തുടങ്ങി ആ കൈകൾ രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടി ആ നിമിഷം മുതൽ നോറയ്ക്ക് ജിൻഡോന് ഇഷ്ടമല്ല. ആ ഇഷ്ടക്കേട് നോറ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചു. അതിൽ നിന്ന് എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞത്. ജിൻഡോ മറ്റേ സ്മോക്കിംഗ് ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, സ്മോക്ക് ചെയ്യാൻ കൊണ്ടുപോയി, ടോയ്ലറ്റിൽ പോകാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മെഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം പൊളിച്ചടുക്കി കൊടുത്തു. ഈവൻ അപ്സര കൂടിയാണ് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തതല്ല, പക്ഷെ അപ്സര കാര്യമായിട്ട് പറഞ്ഞു. കാരണം നോറയെ സംബന്ധിച്ച് നോറയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നോറ അവിടെ വല്ലാണ്ട് റിയാക്ട് ചെയ്യും. ജിൻഡോയെ നോറയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ജിൻഡോയുമായിട്ട് ആ ഒരു ടാസ്ക് ജിൻഡോയുമായിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നോറ നെഞ്ചത്ത് കൈവച്ചു. ആ നെഞ്ചത്ത് കൈവച്ച് കഴിഞ്ഞിട്ട് കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയതിന് ശേഷം ആ കെട്ടിയ മൊമെന്റ് തൊട്ട് നോറയ്ക്ക് ആ ഒരു ഇറിറ്റേഷൻ നോറ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാരണം പറഞ്ഞാണ് ജിൻഡോ സ്മോക്കിംഗ് ഏരിയയിലേക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പോയി. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇറിറ്റേഷൻ വന്നത്. ഒന്നുമല്ല, ഈ പറയുന്ന കൈകൾ കൂട്ടിക്കെട്ടിയ മൊമെന്റ് തൊട്ടേ നോറയ്ക്ക് ആ ഒരു ഡിസ്റ്റർബൻസും ഇറിറ്റേഷനും നോറ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ലല്ലോ. ഇത് നോറ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ നോറയ്ക്ക് പറ്റുവാണെങ്കിൽ നോറ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാണുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരായിട്ട് കരുതരുത്. ഡയലോഗ് നോറ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്മോക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി, അതുകൊണ്ട് എനിക്ക് ഇറിറ്റേഷൻ വന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനൊക്കെ ജിൻഡോ പൊളിച്ചടക്കി കൈ കൊടുത്തു. വേണമെങ്കിൽ വീഡിയോ ചെക്ക് ചെയ്യൂലാലോട്ടെന്ന് പറഞ്ഞ് ജിൻഡോ പറഞ്ഞു. അപ്സരയും അതിനെ സപ്പോർട്ട് ചെയ്തു. ജിൻഡോ സപ്പോർട്ട് ചെയ്തല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു ജിൻഡോ സപ്പോർട്ട് ചെയ്തതല്ല, പക്ഷേ അപ്സര കാര്യമായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ചായിരുന്നു. ക്യാപ്റ്റൻസിയെ കുറിച്ച് കഴിഞ്ഞ റസ്മിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അൻസിബയും നന്ദനയും ജിൻഡോയും പറഞ്ഞു. അത് അൻസിബ പറഞ്ഞത് ഫേവറിസം, അതായത് ഫ്രണ്ട്സിനോട് ഫേവറിസം കാണിച്ചു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. ജാസ്മിൻ അവിടെ ഉറങ്ങിക്കിടന്ന, അല്ലെങ്കിൽ ബീൻ ബാഗിന്റെ പുറത്ത് ജാസ്മിൻ കിടക്കുമായിരുന്നു. ജാസ്മിന്റെ ബാഗ് റസ്മിൻ ഉരുട്ടിക്കൊണ്ട് പോവുകയും അൻസിബയോട് റസ്മിൻ ബാഗ് കൊണ്ട് വെക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരോടും രണ്ട് രീതിയിൽ റസ്മിൻ പെരുമാറി എന്ന് പറഞ്ഞു. അതിന് റസ്മിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞതോടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദന പറഞ്ഞത് സ്ട്രോങ് ക്യാപ്റ്റനായിട്ട് തോന്നിയില്ല, എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ വന്നിട്ട് ജിൻഡോ പറഞ്ഞത്, ജിൻഡോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമാണ് ടീം മെമ്പേഴ്സിനെ കൊടുത്ത കാര്യം. ഇപ്പം ഗബ്രീനെ ഡെൻ ടീമിലിട്ടു, ഡെൻ ടീമിൽ 3 ആണുങ്ങളെ കൊടുത്തു, ഇപ്പുറത്ത് ജിൻഡോയ്ക്ക് 3 ലേഡീസിനെയാണ് കൊടുത്തത്. അതൊരു ഫെയർ ആയ കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം ആര് ടീമിലുണ്ടെന്നുള്ളതിലല്ല, അവരെങ്ങനെ യൂസ് ചെയ്തു കളിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ബിഗ് ബോസിൽ ഒരിക്കലും ആൺ പെൺ വ്യത്യാസമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ആ കാര്യം ജിൻഡോ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരുപാട് പ്രാവശ്യം ജിൻഡോ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിനെ പൊളിക്കാൻ വേണ്ടി അപ്സര സംസാരിക്കുകയും ചെയ്തു. കാരണം അപ്സര പറഞ്ഞത് ഒരു സമയത്ത് അപ്സരയുടെ ടീമിൽ, ഡെൻ ടീമിൽ 4 പേര് ലേഡീസ് ആയിരുന്നു. ആ സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ആ ടീമാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആണ് പെണ്ണ് എന്നതിലല്ല കാര്യം, എങ്ങനെ കളിക്കുന്നു, ടീമിനെ എങ്ങനെ കളിക്കാൻ യൂസ് ചെയ്യുന്നു എന്നതിൽ സ്വന്തം ടീമിനെ വിശ്വസിക്കുക. അവിടെ ജിൻഡോയ്ക്കും കുറെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. കാരണം പല സമയത്തും ജിൻഡോ അപ്പുറത്തും ടീമുകളിൽ പോയി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടീമിലുള്ള ആൾക്കാർ കാണിക്കണം, അവരുടെ കൂടെയുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി ടീമിനെ ചതിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത ടീമുകളോട് പോയി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഇന്ന് അവിടെ ജിൻഡോയ്ക്കൊന്ന് പിഴച്ചു പോയിട്ടുണ്ട്. അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ എഴുന്നേറ്റ് റസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, റസ്മിൻ അങ്ങനെ ഫേവറിസം കാണിച്ചിട്ടില്ല, ഞങ്ങൾ ഫ്രണ്ട്സിനോട് ഫേവറിസം കാണിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ പരാതി, അല്ലെങ്കിൽ ഞങ്ങളോട് അടുപ്പം കാണിക്കുന്നില്ല ക്യാപ്റ്റൻ ആയതിനു ശേഷം എന്നാണ് ഞങ്ങളുടെ പരാതി എന്നൊക്കെ പറഞ്ഞിട്ട് റസ്മിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജാസ്മിൻ ശ്രമിച്ചു. അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഋഷിക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടായിരുന്നു അതായത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ക്യാപ്റ്റൻ ഋഷിയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളൊരു വീക്കാണ് അടുത്തത്. കാരണം പവർ ടീമിനെ സെലക്ട് ചെയ്യണം, ഓരോ ടീമിനെയും സെലക്ട് ചെയ്യണം. പിന്നെ അടുത്ത് വരാൻ പോകുന്ന ആഴ്ചകളിലെ ടാസ്കുകൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ്. കാരണം ഹോട്ടൽ ടാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്, അതായത് പുതിയ ഗസ്റ്റുകൾ വരുന്നുണ്ട് പുറത്തുനിന്ന്. എനിക്ക് തോന്നുന്നു പഴയ കണ്ടസ്റ്റൻസ് ആരെങ്കിലുമൊക്കെ ആയിരിക്കാം വരുന്നത്. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യണം. ഇതെല്ലാം ക്യാപ്റ്റനെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഋഷിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെങ്ങനെയാണ് ഋഷി ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കാരണം ഋഷി തന്നെ പറയുന്നുണ്ട്, സ്വന്തം കാര്യം പോലും എനിക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ, എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുമെന്ന് പറയുന്നു.
അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ നന്നാവട്ടെ എന്നേ നമുക്കും ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ബിഗ് ബോസ് ഹൗസ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ഹൗസ് മെമ്പേഴ്സിനോട് ലാലേട്ടൻ ചോദിക്കണ്ടായിരുന്നു എന്താണ് ഋഷിക്ക് കൊടുക്കാനുള്ള ഉപദേശം. അപ്പോൾ റസ്മിൻ ചാടി എഴുന്നേറ്റ് പറയുന്നു, എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യാവൂ, എന്തെങ്കിലും കള്ളങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തെറ്റ് സംഭവിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഉടനെ ജിൻഡോ ചാടി എഴുന്നേറ്റ് അടുത്ത ഡയലോഗ്, കണ്ടോ റസ്മിൻ ചെയ്യാത്ത കാര്യം നീ ചെയ്യണമെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കി വേണം അടുത്ത ആഴ്ച ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്യാനായിട്ടെന്നൊക്കെ ഉള്ള രീതിക്ക് ജിൻഡോ സംസാരിച്ചു. അവിടെ റസ്മിന് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, നീ നല്ലത് ചെയ്താൽ ഇവർ പറയും, നീ സ്ട്രോങ് ആയാലും ഇവർ പറയും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പറയും, നീ വീക്ക് ആയാൽ പറയും ക്യാപ്റ്റൻ വളരെ മോശമായിരുന്നു, സ്ട്രോങ് അല്ലായിരുന്നു പറയും. അതുകൊണ്ട് സ്ട്രോങ് ആവാനടുത്ത് സ്ട്രോങ് ആവണം, വീക്ക് ആവാനടുത്ത് അല്ലെങ്കിൽ സൗമ്യമായിട്ട് സംസാരിക്കുന്നിടത്ത് സൗമ്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ ജാസ്മിൻ ഉപദേശിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എവിക്ഷനാണ്. എവിക്ഷനിൽ ഇന്നലത്തെ എവിക്ഷൻ അൻസിബ, ഋഷി, ഗബ്രി, ജാസ്മിൻ ഈ 4 പേരായിരുന്നു. ബാക്കി 5 പേരായിരുന്നു ഇന്നത്തെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്നത്. അത് അഭിഷേക്, നോറ, സിജോ, ജിൻഡോ, അർജുൻ ഇത്രയും പേരായിരുന്നു. അപ്പോൾ ഇത്രയും പേരോടും അവിടെ ഒരു ക്യൂ കാർഡ് ഉണ്ടായിരുന്നു. ഒന്നല്ല 5 ക്യൂ കാർഡ് ഉണ്ടായിരുന്നു. ഈ 5 ക്യൂ കാർഡ് 5 പേർ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ക്യൂ കാർഡ് കാണിക്കാൻ തുറന്നൊരുമിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ശരിക്കും പ്രമോ വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമോ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിനകത്ത് അഭിഷേക് പുറത്ത് പോകും അല്ലെങ്കിൽ അർജുൻ പുറത്ത് പോകും എന്നൊക്കെ തോന്നും. പക്ഷേ 5 പേരുടെ ക്യൂ കാർഡിലും ഒറ്റ പേര് മാത്രം, രതീഷ് എവിക്റ്റഡ്. അങ്ങനൊരു എവിക്ഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം രതീഷ് അവിടെ വന്നത് ഒരു ഗസ്റ്റായിട്ടാണ്, ഒരു മത്സരാർത്ഥിയായിട്ടല്ല. അപ്പോൾ ഗസ്റ്റായിട്ട് വന്ന ഒരാളെ എവിക്റ്റ് ചെയ്ത് വിടുക എന്ന് പറയുന്നത് ഒരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. രതീഷ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുകയാണ്, നിങ്ങളെ ട്രീറ്റ് ചെയ്തു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഒരാളെ അവിടേക്ക് അയച്ചു, അദ്ദേഹത്തിൻ്റെ ജോലി പൂർത്തിയായി, അദ്ദേഹം തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തേക്ക് വിടാമായിരുന്നു, മാന്യമായിട്ട് വിടാമായിരുന്നു. പക്ഷേ എവിക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അദ്ദേഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടായിരുന്നു. ശരിക്കും രതീഷിന് ആ വീട്ടിനകത്ത് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം ഒരു ഗസ്റ്റായിട്ട് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൈയും കാലും എല്ലാം കൂട്ടിക്കെട്ടി വെച്ചൊരു അവസ്ഥയായിരുന്നു. വെറുതെ ജഡ്ജ്മെന്റിന് വേണ്ടി വിടുന്നു. അവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. ജഡ്ജിന്റെ തീരുമാനം അന്തിമമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ജഡ്ജിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവരവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെയും അദ്ദേഹം പലപ്പോഴും നിശബ്ദനാകേണ്ടി വരികയാണ്. ഒരു ടാസ്കിലും പങ്കെടുക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും അവസാനം ഇന്നാണ് ഈ പറയുന്ന കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ജയിലിനകത്ത് നിന്ന് താക്കോൽ തേടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആ ടാസ്കിനകത്ത് രതീഷിനെയും കൂടി കൂട്ടിയിട്ടുണ്ട്. ഇതുവരെയും രതീഷിനെ ഒരു ടാസ്കിലും പങ്കെടുപ്പിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും ആളെ എന്തിനാ അവിടെ കൊണ്ടുവന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോഴും എത്ര ആലോചിച്ചു, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടും ആലോചിച്ചിട്ട് മനസ്സിലാവില്ല എന്താണ് പുള്ളിയുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നത്. ഇപ്പോൾ എല്ലാവരുടെ സങ്കടം കേൾക്കാൻ വേണ്ടി മാത്രമാണോ, അതോ കളിക്കാതിരുന്ന ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടിയാണോ? അങ്ങനെ കളിപ്പിക്കുന്ന ഫീലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും കേട്ടിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ജിൻഡോയുടെ സങ്കടങ്ങൾ കേട്ടിരുന്നു, ജിൻഡോയോട് സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എപ്പിസോഡുകളിൽ കണ്ടിട്ടുള്ളത്. ലൈവിലാണെങ്കിലും അങ്ങനെ വലിയ സംഭവങ്ങളായിട്ടൊന്നും കണ്ടിട്ടില്ല. ഏറ്റവും ഇതായിട്ട് തോന്നിയത് സിജുവുമായിട്ടുള്ള ആ ഒരു പ്രാങ്ക് ഒപ്പിച്ച കാര്യം മാത്രമാണ്. വേറെ ഒരു കാര്യവും പുള്ളി ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തിനാണ് പുള്ളി കൊണ്ടുവന്നത്? ഇന്നത് എവിക്റ്റ് ചെയ്ത് വിട്ട് ആ ഒരു കാര്യം എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല. സാധാരണ നോർമലി അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഒരു എവിക്ഷൻ പ്രോസസ്സിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം പുള്ളിയോട് ഇരിക്കുകയാണ്. ആളോട് ഇരുന്ന സമയത്താണ് രതീഷ് എവിക്റ്റഡ്. ആളപ്പോഴാണ് അറിയുന്നത്, ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് പേഴ്സണലി ഒരു മൈനസ് ആയിട്ട് തോന്നി. മോഷണത്തെക്കുറിച്ച് ഓരോ പ്രാവശ്യം ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവച്ചിരുന്ന് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യങ്ങളാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇതിനകത്ത് ഞാൻ നന്ദനയുടെ കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നന്ദന ജിൻഡോനെ ഒന്ന് ചൊറിഞ്ഞു, ജിൻഡോ കയറി മാന്തി. ഇന്നും അത് തന്നെ സംഭവിച്ചു. കാരണം ജിൻഡോ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം അത് ഞാൻ മുട്ട കൊണ്ടു കൊടുത്തു, ബുൾസ ഉണ്ടായി കൊടുത്തു, ഞാനത് മോഷ്ടിച്ച മുട്ടയായിരുന്നു. അപ്പൊ ജിൻഡോ തിരിച്ചു ചോദിച്ചു, നന്ദന മോഷ്ടിച്ചാണെന്ന് എനിക്കറിയില്ലല്ലോ. കാരണം നന്ദന പവർ ടീം മെമ്പറാണ്. പവർ ടീം മെമ്പർ എന്തിനാ മോഷ്ടിക്കുന്നത്? കട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്താ? അവിടെ നന്ദന തേഞ്ഞു. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുത്തിട്ട് തിരിച്ചു മേടിക്കുന്നൊരു പ്രവണത നന്ദന വല്ലാണ്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പോലും ആ കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അതിനൊരു സീരിയസ്നെസ് ഇല്ലാത്തൊരു ഫീല്, ഒരു സീരിയസ്നെസ് ഇല്ലാതിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഉണ്ടാകുന്നത്. നന്ദന നല്ലൊരു ഗെയിമറാണ്, പക്ഷേ കുറച്ചുകൂടി പക്വത വേണ്ടിയിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി പക്വതയോടുകൂടി സംസാരിച്ചാൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ നന്ദനയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. പിന്നെ പറയാനുള്ളത്, ഗബ്രി എയർപോർട്ടിൽ വന്നിട്ട് പിന്നെ ഗബ്രിയുടെ കുറേ ഡയലോഗുകൾ, വെളുപ്പിക്കൽ ഡ്രാമ കുറേ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ഇന്നലെ ഇന്നുമായിട്ട് കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇന്നലെ വന്നിറങ്ങിയപ്പോൾ എയർപോർട്ടിൽ തന്നെ ആരോ വന്ന മീഡിയക്കാരെ തെറി പറയുന്ന പോലെയൊക്കെ തോന്നി, മാറിക്കട എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഗബ്രിയുടെ കൂടെയുള്ള ആരോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു.
അതിനിടയ്ക്ക് പിന്നെ ഇന്ന് കുറേ ഇന്റർവ്യൂ ഗബ്രി കൊടുത്തിട്ടുണ്ട്. ഗബ്രിയുടെ ജിമ്മിന്റെ ഒക്കെ ഇനാഗുറേഷൻ ആയിരുന്നു. അതിനിടയ്ക്ക് കുറേ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ജാസ്മിനെ കുറിച്ചും ഇവരുടെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രണയം ഇവർ തമ്മിൽ ഇല്ല, അല്ലെങ്കിൽ ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയമില്ല എന്ന് ഗബ്രി പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും പല രീതിക്കും പറയുന്നുണ്ട്. ജാസ്മിനോട് വെറും ഫ്രണ്ട്ഷിപ്പാണ്, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്, അത് എന്തോ ദിവ്യ സ്നേഹം പോലെയൊക്കെയാണ് ഗബ്രി കാണിക്കുന്നത്. പക്ഷേ കണ്ടവർക്ക് ആർക്കും അതങ്ങനെ ദിവ്യമായിട്ടൊന്നും തോന്നിയില്ല. ഇന്ന് മീഡിയക്കാരോടൊക്കെ കയറി ഒന്ന് റൈസപ്പ് ആവുന്നൊക്കെ കണ്ടു. എനിവേ, ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇന്ന് നടന്നതും പുറത്ത് ഗബ്രിയുടെ വിശേഷങ്ങളും. സോ നാളെ മുതൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ ടാസ്കുകൾ, പുതിയ വിശേഷങ്ങൾ, പുതിയ ഫൈറ്റുകൾ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നാളെ കാണാം. ബൈ.